Hello, welcome to Quick Learn series from NLearn. ഇന്ന് നമ്മൾ CSIR ലൈഫ് സയൻസിന്റെ 2023 ഡിസംബർ മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന എക്സാമിന്റെ ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ന്യൂട്ടൺ സ്ട്രെയിൻ ഓഫ് ഈക്വലി ഹാവിംഗ് ഡിഫക്ട്സ് ഇൻ വൺ ഓഫ് ദ DNA റിപ്പയർ pathways വാസ് ഐഡന്റിഫൈഡ്. To identify the pathways where mutation occurred, a researcher looks at the following parameters and identified the defect to be in the base excision repair pathway. ഓക്കെ, അപ്പൊ എന്താ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈക്കോളൈന്റെ ഒരു റിപ്പയർ മെക്കാനിസത്തിനകത്ത് ഒരു ഡിഫക്റ്റ് വന്നപ്പോഴത്തേക്കിനും ഒരു റിസർച്ചർ അത് ഏത് മെക്കാനിസം ആണ് അല്ലെങ്കിൽ ഏത് പാത്വേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറെ പാരാമീറ്റേഴ്സിൽ എന്ത് ചെയ്തു, വർക്ക് നടത്തി, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ ഒബ്സർവ് ചെയ്തു. അപ്പം അതായത് ആ റിസർച്ചർ ഒബ്സർവ് ചെയ്ത പാരാമീറ്റേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പാരാമീറ്റേഴ്സിൽ നിന്നും പുള്ളിക്ക് റിസർച്ചറിന് മനസ്സിലായി അത് ബേസ് എക്സിഷൻ റിപ്പയർ പാത്വേ ആണെന്ന്. അപ്പം പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ടോപ്പോഐസോമറേസ് ടു എൻസൈം ആക്ടിവിറ്റി, AP endonuclease activity, expression of MUT-L and MUT-S, DNA glycosylase activity and DNA ligase activity. അപ്പം ഇതിനകത്ത് ഏതൊക്കെയോ പാരാമീറ്റേഴ്സിന് എന്താ ഒരു ഡിഫക്റ്റ് വന്നപ്പോഴത്തേക്കിനുമാണ് ബേസ് എക്സിഷൻ റിപ്പയർ പാത്വേയിൽ ഡിഫക്റ്റ് ഉണ്ടായത്. അപ്പം ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ബേസ് എക്സിഷൻ റിപ്പയർ പാത്വേയിൽ വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം based on the changes in which of the following parameter this conclusion can be drawn. അപ്പം അതായത് നമ്മുടെ ഈ 5 പാരാമീറ്റേഴ്സിനകത്ത് ഇവർ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ACE ഉണ്ട്, BDE ഉണ്ട്, BCD ഉണ്ട്, ADE ഉണ്ട്. അപ്പം ബേസ് എക്സിഷൻ റിപ്പയർ എന്താണെന്ന് നോക്കണം. റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ DNA പോളിമറൈസിന് എന്താ പ്രൂഫ് റീഡിങ് മെക്കാനിസം ഉണ്ട്. ഇനി DNA പോളിമറൈസിന് റെക്ടിഫൈ ചെയ്യാത്ത എന്തെങ്കിലും അതായത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നമ്മുടെ റിപ്പയർ മെക്കാനിസം ആണ് അതിനെ റെക്ടിഫൈ ചെയ്യുന്നത്. റിപ്പയർ മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കിനും 3 ടൈപ്പ് ഉണ്ട്. ഡാമേജ് റിവേഴ്സൽ ഉണ്ട്, ഡാമേജ് റിപ്പയർ ഉണ്ട്, ഡാമേജ് ബൈപ്പാസ് ഉണ്ട്. ഇനി ഡാമേജ് റിവേഴ്സൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ഡയറക്റ്റ് റിപ്പയർ ആണ്. ഡാമേജ് റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിനും എക്സിഷൻ റിപ്പയർ വരുന്നുണ്ട്, മിസ്മാച്ച് റിപ്പയർ വരുന്നുണ്ട്, റീകോമ്പിനേഷൻ റിപ്പയർ വരുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഡാമേജ് ബൈപ്പാസ് ആണ്. ഡാമേജ് ബൈപ്പാസ് മെക്കാനിസത്തിനകത്ത് വരുന്നതാണ് SOS റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, സേവ് അവർ സോൾ റിപ്പയർ ആണ് SOS റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 3 ടൈപ്പിനകത്ത് നമുക്ക് ബേസ് എക്സിഷൻ റിപ്പയർ ആണ് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡാമേജ് റിപ്പയറിനകത്ത് വരുന്ന എക്സിഷൻ റിപ്പയറിനകത്താണ് ബേസ് എക്സിഷൻ റിപ്പയർ വരുന്നത്. എക്സിഷൻ റിപ്പയർ 2 ടൈപ്പ് ഉണ്ട്. ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയറും ഉണ്ട്, അതേ കണക്ക് തന്നെ ബേസ് എക്സിഷൻ റിപ്പയറും ഉണ്ട്. ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു എറർ ഉണ്ടായി, ആ എററിന് ആ ഒരു ഏരിയയിലുള്ള കുറച്ച് ന്യൂക്ലിയോറ്റൈഡിനെ അവിടുന്ന് റിമൂവ് ചെയ്യുന്നു, പുതിയ ന്യൂക്ലിയോറ്റൈഡിനെ ആഡ് ചെയ്യുന്നു, അവിടെ സീൽ ചെയ്യുന്നു, ആ ഒരു പ്രോസസ്സ് നടത്തുന്നു. അതാണ് ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, നമുക്കറിയാം ഏത് ബേസിനാണ് എറർ അല്ലെങ്കിൽ ഏത് ബേസിനാണ് അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചേക്കുന്നതെന്ന് നമുക്കറിയാം. ആ ബേസിനെ മാത്രം എടുത്തു മാറ്റിയിട്ട് ബാക്കി ആ ഒരു ബേസിനെ എടുത്ത് മാറ്റി അവിടെ പുതിയൊരു ന്യൂക്ലിയോറ്റൈഡിനെ ആഡ് ചെയ്യുന്നു, ബാക്കി എന്താ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനെയാണ് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് എക്സിഷൻ റിപ്പയർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഒരു സ്ട്രാൻഡ് DNA സ്ട്രാൻഡ് ഉണ്ട്. ആ DNA സ്ട്രാൻഡിലേക്ക് ഗ്ലൈക്കോസിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വരുന്നു. ഓക്കെ, ഫസ്റ്റ് DNA ഗ്ലൈക്കോസിലേസ് വരുന്നു. അപ്പൊ ഗ്ലൈക്കോസിലേസ് എൻസൈം ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും ഫംഗ്ഷൻ. ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈം ആണ് ഗ്ലൈക്കോസിലേസ് എൻസൈം. അപ്പം ഗ്ലൈക്കോസിലേസ് എൻസൈം വരുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവര് യുറാസിലും
ഷുഗറും തമ്മിലുള്ള ഗ്ലൈക്കോസിലിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗ്ലൈക്കോസിലേസ് എൻസൈം ആ യുറാസിലും അതിന്റെ ഷുഗറും തമ്മിലുള്ള ഗ്ലൈക്കോസിലിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്നു, ഫ്രീ യുറാസിൽ റിമൂവ് ആയി പോകുന്നു. ഓക്കെ, അപ്പം അവിടെ യുറാസിൽ പോയ സ്ഥലത്ത് ഇപ്പൊ നിലവിൽ വേറെ ഒരു ബേസും ഇല്ലല്ലോ, അതിനെ എപി സൈറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൈക്കോസിലേസ് DNA ഗ്ലൈക്കോസിലേസ് എൻസൈം വരുന്നു. ആ DNA ഗ്ലൈക്കോസിലേസ് എൻസൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലൈക്കോസിലിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്നതാണ്. അങ്ങനെ ബേസിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം നൈട്രജൻ ബേസ് രണ്ട് ടൈപ്പ് ആണ്, പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസും ഉണ്ട്. പ്യൂരിൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അഡിനിനും ഗുവാനിനും വരുന്നു. പിരമിഡിൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും യുറാസിൽ, തൈമിൻ, സൈറ്റോസിൻ വരുന്നു. അപ്പം ബേസ് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു എപി സൈറ്റ് ഫോം ചെയ്യും. എന്താണ് എപി സൈറ്റ്? അതായത് ഒരു പ്യൂരിൻ മാറി അല്ലെങ്കിൽ ഒരു പിരമിഡിൻ മാറി കഴിയുമ്പോൾ എപ്യൂരിനേറ്റ് അല്ലെങ്കിൽ എപ്പിരമിഡിനേറ്റ് സൈറ്റ് ഫോം ചെയ്യുന്നു. അങ്ങനെ എപ്യൂരിനേറ്റ് അല്ലെങ്കിൽ എപ്പിരമിഡിനേറ്റ് സൈറ്റിനെയാണ് നമ്മൾ എപി സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഒരു എപി സൈറ്റിലോട്ട് നമുക്ക് പുതിയൊരു ബേസിനെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ, അവിടെ ബാക്കിയുള്ള ആ ഒരു ന്യൂക്ലിയോടൈഡിൽ നിന്നും ബേസ് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു ഫോസ്ഫേറ്റിനെയും ആ ഷുഗറിനെയും നമുക്ക് അവിടുന്ന് ക്ലീവ് ചെയ്ത് കളയണം. അതിന് വരുന്ന എൻസൈമാണ് എപി എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ എപി എക്സോന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ എൻസൈം DNA ഗ്ലൈക്കോസിലേസ്, സെക്കൻഡത്തെ എൻസൈം എപി എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ എപി എക്സോന്യൂക്ലിയസ് വരുന്നു. എപി എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ എക്സോന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അവര് ഈ ഷുഗറിനെയും ഫോസ്ഫേറ്റിനെയും അവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് എന്താ ഈ ഫിഗറിൽ നിന്ന് തന്നെ അതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഗ്ലൈക്കോസിലേസ് വന്നു, യുറാസിൽ പോയി, എപി എൻഡോർ എക്സോന്യൂക്ലിയസ് വരുന്നു, ആ ഒരു ഷുഗർ ഫോസ്ഫേറ്റിനെ അവിടുന്ന് ക്ലീവ് ചെയ്ത് കളയുന്നു. ഇനി എന്താ, ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പം ഒരു ന്യൂക്ലിയോടൈഡ് തന്നെ എന്താ മാറി, ആദ്യം യുറാസിൽ മാറി, പിന്നെ ഷുഗർ ഫോസ്ഫേറ്റുമായിട്ട് മാറി. ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പുതിയൊരു ന്യൂക്ലിയോടൈഡിനെ ആഡ്. ഇനി നമ്മുടെ ഇതൊരു പ്രോക്യാരിയോട്ടിന്റെ കേസ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോക്യാരിയോട്ടിന്റെ കേസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പ്രോക്യാരിയോട്ടിന്റെ കേസ് ആണെന്ന് വിചാരിക്കുക. അപ്പം പ്രോക്യാരിയോട്സിന്റെ കേസിൽ നോക്കിക്കേ, DNA പോളിമറൈസ് നമ്മുടെ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാ? പോളിമറൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയോടൈഡിന്റെ സിന്തസിസ് നടത്തുന്നു. അപ്പം DNA പോളിമറൈസ് 3, കാരണം നമുക്ക് ഒരു എൻസൈമിനെ ആഡ് ചെയ്താൽ പോലെ, അപ്പൊ 3 വേണ്ട. DNA പോളിമറൈസ് 1 വരുന്നു. 1 എന്തോ ചെയ്യുന്നു, അവിടെ ഒരു ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നു, ചെറിയ ഒരു നിക്ക് ഫോം ചെയ്തു. ആ നിക്കിനെ സീൽ ചെയ്യാനായിട്ട് DNA ലിഗേസ് വരുന്നു. അപ്പൊ നമ്മൾ പ്രോക്യാരിയോട്സിന്റെ കേസിൽ ഏതൊക്കെ എൻസൈമിനെയാണ് പറഞ്ഞത്? ബേസ് എക്സിഷൻ റിപ്പയറിനകത്ത് ആദ്യം കട്ട് ചെയ്യാനായിട്ട് DNA ഗ്ലൈക്കോസിലേസ് വരുന്നു. ആ ഷുഗറിനെ ഫോസ്ഫേറ്റിനെ കട്ട് ചെയ്യാനായിട്ട് എപി എൻഡോർ എക്സോന്യൂക്ലിയസ് വരുന്നു. ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാനായിട്ട് DNA പോളിമറൈസ് 1 വരുന്നു. പിന്നെന്താണ്, ആ ഒരു നിക്ക് സീൽ ചെയ്യാനായിട്ട് DNA ലിഗേസ് വരുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു യൂക്യാരിയോട്സ്. യൂക്യാരിയോട്സിന്റെ കേസില് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിനും നോക്കിക്കേ, നേരത്തെ പറഞ്ഞ അതായത് പ്രോക്യാരിയോട്സിന്റെ കേസിൽ തന്നെ സെയിം ആണ്. ആദ്യം DNA ഗ്ലൈക്കോസിലേസ് വരുന്നു, എപി എൻഡോർ എക്സോന്യൂക്ലിയസ് വരുന്നു. ആ ഒരു ഷുഗറിനെയും ഫോസ്ഫേറ്റിനെയും അവിടെ നിന്ന് എടുത്ത് മാറ്റി അവിടെ ഒരു എന്താ ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി യൂക്യാരിയോട്സിന്റെ കേസിൽ ലോങ് പാച്ച് റിപ്പയറും ഉണ്ട്, ഷോർട്ട് പാച്ച് റിപ്പയറും ഉണ്ട്. ഓക്കെ, മമീലിയൻ സെൽസിലൊക്കെ ലോങ് പാച്ച് റിപ്പയർ ആണ് നടക്കുന്നത്. ഇനി എന്താണ് ഷോർട്ട് പാച്ച് റിപ്പയർ നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പ്രോക്യാരിയോട്സിന്റെ കേസ് പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു എന്താ, അവിടെ DNA പോളിമറൈസ് 1 വന്നിട്ടാണ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് നിക് സീലിങ്ങിനായിട്ട് DNA ലിഗേസ് വരുന്നു. ഇവിടുത്തെ കേസ് നോക്കിക്കേ, പോളിമറൈസ് ബീറ്റ വരുന്നു. അതായത് ഷോർട്ട് പാച്ച് റിപ്പയറിനകത്ത് എപി എൻഡോന്യൂക്ലിയസ് വന്ന് ഷുഗർ ഫോസ്ഫേറ്റ് മാറിയതിനു ശേഷം പോളിമറൈസ് ബീറ്റ വരുന്നു. പോളിമറൈസ് ബീറ്റ വന്നിട്ട് എന്താ, പുതിയ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നു, DNA ലിഗേസ് വരുന്നു, അവിടെ നിക് സീലിംഗ് നടക്കുന്നു. ലോങ് പാച്ച് റിപ്പയർ നോക്കിക്കേ, ലോങ് പാച്ച് റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ എന്താ, പോൾ ഡെൽറ്റ അല്ലെങ്കിൽ പോൾ എപ്സിലോൺ വരുന്നു. ആ പോൾ ഡെൽറ്റ അല്ലെങ്കിൽ പോൾ എപ്സിലോൺ ആ ഒരു ഗ്യാപ്പിലേക്ക് പുതിയ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു.
പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു നിക്കിനെ സീൽ ചെയ്യാനായിട്ട് DNA ലിഗേസ് വരുന്നു. ഓക്കെ, അപ്പൊ പ്രോക്യാരിയോട്സിന്റെ കേസിൽ നമ്മൾ ഏതൊക്കെ എൻസൈം ആയിരുന്നു? DNA ഗ്ലൈക്കോസിലേസ്, AP എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ എക്സോന്യൂക്ലിയസ്, DNA പോളിമറേസ്, DNA ലിഗേസ്. ഓക്കെ, യൂക്യാരിയോട്സിന്റെ കേസിലും സെയിം തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും DNA പോളിമറേസിനകത്ത് മാത്രമാണ് ഡിഫറൻസ് വരും. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാല് ഈക്വലൈന്റെ കേസിൽ ബേസ് എക്സിഷൻ റിപ്പയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി താഴെയുള്ള ഏതൊക്കെ പാരാമീറ്റേഴ്സിനകത്ത് എന്തെങ്കിലും ഏതൊക്കെ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാലാണ് ബേസ് എക്സിഷൻ റിപ്പയറിൽ ഡിഫക്റ്റ് വരുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞ് അതായത് ഇപ്പൊ നമ്മൾ കുറെ എൻസിഎമ്മിന്റെ കേസ് പറഞ്ഞു. എന്താണ് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറഞ്ഞു. അപ്പൊ ആ എൻസിഎം ഒക്കെ നോക്കുമ്പോഴത്തേക്കിനും ഏതൊക്കെ എൻസിഎം ആണ് നമ്മൾ പറഞ്ഞത്? ടോപ്പോഐസോമറൈസിന്റെ കേസ് നമ്മൾ പറഞ്ഞില്ല. AP എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റിയുടെ കേസ് പറഞ്ഞു. DNA ഗ്ലൈക്കോസിലേസിന്റെ പറഞ്ഞു. അത് കണക്കിന് DNA ലിഗേസ് ആക്ടിവിറ്റി പറഞ്ഞു. അപ്പം ബി ഓപ്ഷൻ ബി ഡി ഇ ഓപ്ഷനിൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.